സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കാൻ ക്യാമ്പയിൻ നടത്തി മോട്ടോർ വാഹന വകുപ്പ്. ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ഇടുക്കി ആർടിഒയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ക്യാമ്പയിൻ. കേരള മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സീറ്റൊഴിച്ചുള്ള മൊത്തം സീറ്റെണ്ണത്തിന്റെ 5% റിസർവ് ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് ഇടുക്കി ആർടിഒ PM ഷബീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ക്യാമ്പയിനുമായി രംഗത്ത് വന്നത്. സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് സ്വകാര്യ ബസ്സുകളിലെ സീറ്റിലെ റിസർവേഷൻ സംവിധാനത്തിൽ ചില ബസ്സുകളിൽ അത് കൃത്യമായി എഴുതി വച്ചിട്ടില്ല എന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാഹനങ്ങൾ പലതും പരിശോധിച്ചതിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയമം അനുസരിച്ച്, കേരള റൂൾ അനുസരിച്ച് സ്വകാര്യ ബസ്സുകളിലെ സീറ്റ് റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് മൊത്തം സീറ്റിൻ്റെ, അതിൽ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സീറ്റ് ഒഴിച്ചുള്ള സീറ്റിൻ്റെ 5% വേണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ബസ്സുകളിലെ സീറ്റിംഗ് സംവിധാനം വെച്ച് നോക്കിയാൽ മിനിമം 2 സീറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ ഒരു സീറ്റ് കണ്ടക്ടർ സീറ്റിൻ്റെ ഫ്രണ്ടിലും അടുത്ത സീറ്റ് വനിതകൾക്ക് വേണ്ടി തിരിച്ചിരിക്കുന്ന ഭാഗത്തെ, അതായത് നമ്മുടെ ഇവിടുത്തെ ബസ്സുകളിൽ മുൻഭാഗത്താണല്ലോ വനിതകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. വനിതകൾക്കുള്ള സീറ്റ് ചെയ്തിരിക്കുന്നത് മുന്നിലെ ഡോറിൻ്റെ അടുത്തുമായിരിക്കണം. അപ്പോൾ അവർക്ക് ഇറങ്ങാനും കയറാനും വളരെ ഉചിതമായ രീതിയിലായിരിക്കണം ആ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇത് ചില ബസ്സുകളിൽ കാണുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. ജീവനക്കാരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സഹകരണത്തോടെ ബസ്സുകളിൽ റിസർവേഷൻ സ്റ്റിക്കർ പതിപ്പിച്ചു. കൂടാതെ റിസർവേഷൻ സീറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശവും നൽകി. ദേവികുളം സബ് ആർടി ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ MVIമാരായ ചന്ദ്രലാൽ KK, ദീപു NK, AMVIമാരായ ഫവാസ് സലീം, എബിൻ ഐസക് എന്നിവർ പങ്കെടുത്തു.